എല്ലാ സ്ഥലങ്ങളിലും വിശ്വാസമുണ്ടായത് ഭയത്തിൽ നിന്നാണ്. ആദ്യകാലത്ത് വെള്ളത്തിനെ പേടി, മഴയെ പേടി, അഗ്നിയെ പേടി, കാറ്റിനെ പേടി, ഇടിമിന്നലിനെ പേടി. അപ്പൊ ഇവരെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തെ സൂര്യനായും കാറ്റായും തീയായും ഇടിമിന്നലായും ഒക്കെ ആരാധിക്കാൻ തുടങ്ങി. പേടിയിൽ നിന്നാണ് പലപ്പോഴും വിശ്വാസം പോലും ഉടലെടുത്തത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ വിശുദ്ധൻ നമ്മളോട് പറയുന്നത് അമ്പ് കൊണ്ട് മരിക്കാനല്ല, അത് ചോര ചിന്താനല്ല, രക്തസാക്ഷിയാകാനല്ല. എന്താണ് ഈ കാലഘട്ടത്തിലെ അഭിനവ രക്തസാക്ഷിത്വം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ഭയം കൂടാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഭയം കൂടാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഭയത്തിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നതിൻ്റെ, മനുഷ്യൻ തകർന്നു പോകുന്നതിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുക? ഒരുപക്ഷെ ബൈബിളിൽ ദൈവം ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള വചനം എന്തായിരിക്കും അമ്മച്ചിമാരെ? 365 തവണ ഓരോ ദിവസത്തിനും ഒരെണ്ണം വെച്ചെന്ന രീതിയിൽ ക്യാപ്സൂള് പോലെ ഒരു വചനമുണ്ട് ബൈബിളിൽ. അത് പഴയ നിയമം തൊട്ട് ഇങ്ങോട്ട് പുതിയ നിയമത്തിൻ്റെ അറ്റം വരെയുണ്ട്. ഏതാണത്? ഭയപ്പെടേണ്ട. ഇത്രയും ഭയപ്പെടേണ്ട പറഞ്ഞിട്ടും പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഭയം? ഇത്രമാത്രം ഭയപ്പെടേണ്ട എന്ന് ഓരോ ദിവസവും പറഞ്ഞു തന്നിട്ടുള്ള വേറെ ഏത് ദൈവമാണുള്ളത്? വേറെ ഏത് വേദപുസ്തകമാണുള്ളത്? വെറും 35 വയസ്സിൽ പൊലിഞ്ഞു പോയൊരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. എന്തിൻ്റെ കേടാണ്? നല്ല തടിമിടുക്കും ആരോഗ്യവും നല്ല സാലറിയും നല്ല സ്ഥാനമാനം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷേ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം ഇതെല്ലാം നഷ്ടപ്പെട്ടു. ചക്രവർത്തിയുടെ പ്രിയപ്പെട്ടവൻ ചക്രവർത്തിയുടെ വെറുക്കപ്പെട്ടവനായി മാറി. അതുവരെ ഏറ്റവും ഉന്നതനായവൻ ഏറ്റവും വലിയ നികൃഷ്ടനായ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ട കുറ്റവാളിയായിട്ട് മാറി. പദവി പോയി, അംഗീകാരം പോയി. എന്നിട്ടും എന്തിനാണ് ഭയം കൂടാതെ നിലകൊണ്ടത്? അമ്പേറ്റിട്ടും മരിച്ചില്ല. അതൊരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു. പിന്നെയും ചക്രവർത്തി വരുന്ന വീതിയിൽ വന്നിട്ട് വട്ടം നിന്നു, രാജാവേ നീ ചെയ്യുന്നത് തെറ്റാണ്. എന്തിൻ്റെ കേടാണ്? ഭയം കൂടാതെ ജീവിക്കുക. സ്നേഹം നിറഞ്ഞവരെ, എനിക്കും നിങ്ങൾക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഭയം കൂടാതെ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ? ബൈബിളിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഭയം മാറ്റിയെടുക്കാം? എനിക്കൊന്ന് പൗലോസ്ലിഹയാണ് ഏറ്റവും മനോഹരമായ ഉത്തരം പറഞ്ഞത്. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. നിങ്ങൾ ഭയത്തെ അതിജീവിക്കേണ്ടത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടാണ്.